കേരളത്തെ ഒരു ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സർക്കാർ മുന്നോട്ടു പോകുന്ന ഈ സന്ദർഭത്തിൽ നവകേരള സൃഷ്ടിയിൽ ഭിന്നശേഷി വിഭാഗങ്ങൾക്കു വേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെയും ക്ഷേമ പരിപാടികളെയും സംബന്ധിച്ച് ആശയ രൂപീകരണത്തിന് സഹായകരമായ സംവാദം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മാസം 26-ാം തീയതി തിരുവനന്തപുരം RDR ഹാളിൽ വച്ച് മുഖ്യമന്ത്രിയുമായി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദഗ്ധരുടെ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും ആത്മവിശ്വാസത്തോടെയും സ്വയം പര്യാപ്തതയോടെയും ഭിന്നശേഷി സഹോദരങ്ങൾക്ക് കടന്നുവരാൻ കഴിയുന്ന വിധത്തിൽ ഇൻക്ലൂസീവ് സൊസൈറ്റി ആയിട്ട് കേരളത്തെ പരിവർത്തനം ചെയ്യാനും സമ്പൂർണ്ണ ഭിന്നശേഷി പുനരധിവാസവും ശാക്തീകരണവും സാധ്യമാക്കാനും ഏതേതെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളോട് തന്നെ നേരിട്ട് ആശയവിനിമയം നടത്തി ഭാവി രൂപരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സംഗമത്തിൻ്റെ ഭാഗമായി 1000 ഭിന്നശേഷി സഹോദരങ്ങൾ മുഖ്യമന്ത്രിയുമായി മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കും. അതിൽ 50 പേർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. ഈ 50 പേരല്ലാത്ത ആർക്കും തന്നെ അവിടെ നിർദ്ദേശങ്ങൾ എഴുതി സമർപ്പിക്കാവുന്നതാണ്. സംവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങളെ മുൻനിർത്തി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഭിന്നശേഷി ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മേഖലയിലും പരിവർത്തനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുമായി മുഖാമുഖം എന്ന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭിന്നശേഷി സംഘടനകളുടെയും പ്രതിനിധികളും ഭിന്നശേഷി മേഖലയിലെ വിദഗ്ധരും കലാ സാംസ്കാരിക കായിക മേഖലകളിലും സംരംഭകത്വ മേഖലയിലുമെല്ലാം പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഭിന്നശേഷി സഹോദരങ്ങളും ഈ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുക്കും. പരിപാടി വിജയിപ്പിക്കുന്നതിന് ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു.